വെൽക്കം ടു ഇദ്രാക്കുവേഴ്സ്. കൂടെ പോരൂ യജമാനൻ്റെ പറുദീസയിലേക്ക്. പിന്നെ ആ ലൈക്കും കമൻസും സബ്സ്ക്രൈബും കയ്യിൽ കരുതാൻ മറക്കണ്ട. കൂടെ ആ ബെല്ലൈക്കണും കൂടി. أحب الوفاء بشتى الصور أحب الوفي الأمين വിദ്യാധനം സർവധനാൽ പ്രധാനം, അനന്തം അജ്ഞാതം അവർണ്ണനീയം. കൂട്ടുകാരെ, പറക്കുന്ന ആനയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീശിയടിക്കുന്ന 2 ചെവിയും 4 കാലും 1 വാലും തുമ്പിക്കൈയൊക്കെയുള്ള പറക്കുന്ന ആന. ഇന്ന് ഇതാണ് നമ്മുടെ കഥാപാത്രം. ഒരു രസം ഞാൻ പറയട്ടെ. കരയിലെ ഏറ്റവും വലിയ ഭീകരജീവി ആനയെപ്പോലെ തന്നെ വാലും ചെവിയും കാലും തുമ്പിക്കൈയും ഒക്കെയുള്ള ഈ കുഞ്ഞനാണ് കൊതുക്. കൊതുക് എന്ന പേര് എഴുതിയാൽ അതിനോളം പോലും ഈ ജീവി വലുപ്പമില്ല. എങ്കിലും ആളൊരു ഭീകര കില്ലാടിയാണ്. ലോകത്തിലാകെ 3500-ലേറെ വർഗങ്ങളിൽ കൊതുകുകളുണ്ട്. ഇവയിൽ 180 ഇനങ്ങൾ വടക്കേ അമേരിക്കയിൽ മാത്രമുള്ളതാണ്. വലുപ്പം, ആകൃതി, പെരുമാറ്റ രീതികൾ, പരിസരവുമായി ഇണങ്ങിച്ചേരുവാനുള്ള കഴിവ് ഇവയെല്ലാം കണക്കിലെടുത്താണ് കൊതുകുകളെ വിവിധ സ്പീഷ്യസുകളായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിൽ കൊതുക് ഒരു ഷഡ്പദമാണ്. അതായത് 6 കാലുള്ള ജീവി. തല, ഉദരം, അവക്കിടയിലായിട്ടുള്ള തൊറാക്സ് എന്നിവയാണ് പ്രധാന ശരീരഭാഗങ്ങൾ. 2 കണ്ണുകൾ, തൂവൽ പോലുള്ളതും ചൂട്, ഗ്യാസ് എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതുമായ ആൻറ്റിനകൾ, രക്തവും ഇലയുടെ ചാറും മറ്റും വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന പ്രൊബോസിസ് എന്നിവ തലയിലെ പ്രധാന ഭാഗങ്ങളാണ്. 2 ചിറകുകളും അതുപോലെ തന്നെ അവയുടെ 6 കാലുകളും തൊറാക്സ് ഭാഗത്ത് നിന്നുമാണ് ആരംഭിക്കുന്നത്. അവയോടൊപ്പം ഉദരവും വിസർജന അവയവവും കൂടി ചേരുമ്പോൾ കൊതുകിൻ്റെ ശരീരഘടന പൂർണ്ണമാകുന്നു. ചളി, മലിനജലം, കൊഴിഞ്ഞു വീണ ഇലകൾ തുടങ്ങിയ നനവുള്ള ഇടങ്ങളിലാണ് കൊതുക് മുട്ടയിടുക. ഈ സ്ഥലത്തെ ജലാംശം വറ്റി വരണ്ടു പോയാലും മുട്ടകൾ നശിക്കാതെ കിടക്കാറുണ്ട്. കൊതുകിൻ്റെ ജീവിതത്തിൽ 4 ഘട്ടങ്ങളാണുള്ളത്: മുട്ട, ലാർവ, പ്യൂപ്പ, കൊതുക്. ഇങ്ങനെയാണ് അവകളുടെ ഘട്ടം നിലനിൽക്കുന്നത്. ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങളിൽ അവ വെള്ളത്തിലായിരിക്കും കഴിയുക. ഈ സമയം നാം അതിന് കൂത്താടി എന്നെല്ലാം ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. ആൺകൊതുകുകൾക്ക് വെറും 10 ദിവസമേ ആയുസുള്ളൂ. എന്നാൽ പെൺകൊതുകുകൾ 60 ദിവസം വരെ ജീവിക്കാറുണ്ട്. നമ്മളെ കുത്തി നോവിക്കുന്നതും മനുഷ്യരുടെ രക്തം ഊറ്റി ഡ്രാക്കുളയെ പോലെ കുടിക്കുന്നതും ഈ പെൺകൊതുകുകളാണ്. മുട്ടകൾക്ക് വേണ്ട പോഷണത്തിന് ഈ ദ്രോഹം അവർ ചെയ്തു വരുന്നു. രക്തം കിട്ടിയാൽ മുട്ടയിടാനായി അവ തയ്യാറെടുക്കും. ഒരു പെൺകൊതുക് 300ഓളം മുട്ടകളാണ് ഇട്ടുവരുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളം ദിവസങ്ങളോളം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കൊതുകിൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ കാണാനായേക്കാം. മുട്ടയിടുന്നത് മുതൽ ലാർവകൾ ഉണ്ടാകുന്നതും അത് പ്യൂപ്പയാകുന്നതും പിന്നീട് ഇവയിൽ നിന്ന് കൊതുക് പുറത്തു വരുന്നതുമൊക്കെ ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിലാണ്. 2 ദിവസം കൊണ്ടാണ് സാധാരണയായി കൊതുകിൻ്റെ മുട്ട വിരിയുക. മുട്ട വിരിഞ്ഞ് വെള്ള കലർന്ന ചാരനിറമുള്ള ലാർവകൾ പുറത്തു വരികയും പുഴുവിനെ പോലെയുള്ള ഈ ലാർവകൾക്ക് തല, കണ്ണുകൾ, വായ, വയറ് എന്നിവയുമുണ്ട്. തലയുടെ ഭാഗം വെള്ളത്തിലേക്ക് താഴ്ത്തി ആഹാരം കഴിക്കുകയും വാൽ ഭാഗം മുകളിലേക്ക് പൊക്കി ശ്വാസമെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവരുടെ രീതി. ഇവർക്ക് മാൻഡിബിൾ എന്നും മാക്സില എന്നും 2 ഭാഗങ്ങളുണ്ട്. മാക്സില എന്നത് ഭക്ഷണം മുറുക്കി പിടിക്കുവാനും മാൻഡിബിൾ കൊണ്ട് ആ മുറുക്കി കഴിക്കുവാനുമാണ് ഉപയോഗിക്കാറ്. ലാർവകളുടെ ശരീരഖണ്ഡങ്ങളിൽ മുടിനാരു പോലുള്ള അവയവങ്ങളുണ്ട്. വെള്ളത്തിൽ ശരീരം ബാലൻസ് ചെയ്യാൻ അവ സഹായിക്കും. വാലറ്റം കൊണ്ടാണ് ലാർവകൾ ശ്വസിക്കുക. വെള്ളത്തിൽ പ്യൂപ്പക്കുള്ളിൽ മുതിർന്ന കൊതുകിനു വേണ്ട എല്ലാ അവയവങ്ങളും വികസിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീടുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ക്യൂലക്സ് കൊതുകുകൾ ഇവയുടെ ലാർവയ്ക്ക് 10 ദിവസം പ്രായമാകുമ്പോൾ പ്യൂപ്പയുടെ
കണ്ണ് പുറമെ നിന്ന് കാണാൻ പരുവത്തിലാകും. 12 ദിവസമാകുമ്പോൾ ക്യൂട്ടിക്കിൾ എന്ന പുറമേയുള്ള ആവരണം ഒഴിഞ്ഞു പോകാൻ തുടങ്ങും. ശരീരത്തിലുള്ള ട്രംപറ്റുകൾ എന്ന കുഴലുകൾ വഴിയാണ് പ്യൂപ്പ ശ്വസിക്കുന്നത്. വൈകാതെ വലിയ കണ്ണുകളുള്ള കീടം പ്യൂപ്പക്കുള്ളിൽ രൂപം കൊള്ളും. 2 ദിവസം കഴിഞ്ഞാൽ പ്യൂപ്പയുടെ ആവരണം പൊട്ടി പുതുപ്രാണിയായ ഇമാഗോ പുറത്തുവരും. നീണ്ട കാലുകളും ചിറകുകളുമൊക്കെയുള്ള ഈ പ്രാണി വെള്ളത്തിനു മുകളിൽ നടക്കുകയും അരമണിക്കൂറിനുള്ളിൽ കൊതുകുകളായി പാറിപ്പറന്നു പോവുകയും ചെയ്യും. പണ്ടൊരു ചൊല്ലുണ്ട്, കൊതുക് പോകുന്നതറിയും ആന പോകുന്നതറിയല. മൂളിപ്പാട്ടും പാടി ചോരയും കുടിച്ച് കടന്നു കളയുന്ന കൊതുകിനെ കുറിച്ചുള്ള ഒരു നാടൻ ചൊല്ലാണ്ട്. ഒരർത്ഥത്തിൽ കൊതുകിനെ രക്തം കുടിക്കാൻ സഹായിക്കുന്നത് നമ്മൾ തന്നെയാണ്. കൊതുകിൻ്റെ മൂളിപ്പാട്ട് കേൾക്കുമ്പോഴേക്കും നാം കയ്യും കാലൊക്കെ ഇട്ട് കുടഞ്ഞ് അതിനെ ആട്ടിയകറ്റാൻ ശ്രമിക്കും. ഈ ചെറു വ്യായാമം കാരണം ശരീരത്തിൻ്റെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കും. ഉച്ഛ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. കൊതുകിൻ്റെ ആന്റിനകൾ പെട്ടെന്ന് പിടിച്ചെടുക്കും. അങ്ങനെ അവ എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനം മനസ്സിലാക്കി ചോര കുടി തുടങ്ങും. കൊതുകിനെ ആട്ടിയകറ്റാനായി കൈവീശുന്നതും അവയുടെ ശ്രദ്ധയാകർഷിക്കുന്നു. അതിസൂക്ഷ്മമായ ലെൻസുകളുള്ള അനേകം ചെറുകുഴലുകളാണ് കൊതുകിൻ്റെ കണ്ണിലുള്ളത്. ഇവയ്ക്ക് പ്രത്യേക സ്ഥാനത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവില്ല. അതിനാൽ കൃത്യമായ രൂപങ്ങളില്ലാത്ത പ്രതിബിംബങ്ങളിലൂടെ ഒരു ദൃശ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് കൊതുക് കാണൽ. ഇങ്ങനെയാണ് കൊതുകിൻ്റെ കാഴ്ച. ഇവയെല്ലാം ചേർത്ത് വെച്ച് മുഴുവനായ കാഴ്ച ലഭ്യമാകാനുള്ള ന്യൂറോണുകൾ കൊതുകിൻ്റെ മസ്തകത്തിലില്ല. നമ്മുടെ കൈയുടെ ചലനങ്ങൾ കൊതുകിൻ്റെ കണ്ണു തുറപ്പിക്കാൻ സഹായിക്കുന്നു. അതായത് ഇരയുടെ ശരീരത്തിൻ്റെ ലക്ഷ്യസ്ഥാനം വ്യക്തമാക്കാൻ സഹായിക്കുന്നു. പേശികളുടെ താപവും കൊതുകിനെ മനസ്സിലാക്കാനാകും. അതുകൊണ്ടാണ് വസ്ത്രങ്ങൾ കൊണ്ട് മറച്ച ഭാഗത്ത് കൊതുക് കടിക്കാത്തത്. ആക്രമണത്തിനോ തിരഞ്ഞെടുത്ത സ്ഥലം വിശദമായി പരിശോധിച്ച ശേഷമാണ് കൊതുക് ചോര കുടിക്കുക. ഒരു തവണ സൂചി കുത്തിയിറക്കുമ്പോൾ രക്തം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത തവണ സൂചിയുടെ സ്ഥാനം മാറ്റും. അതോടൊപ്പം ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും ഒരു രാസവസ്തു പുറപ്പെടുവിപ്പിച്ച് ഇരയുടെ രക്തം കട്ടപിടിക്കാതെ നോക്കുകയും ചെയ്യും. ഹെപ്പാരിൻ, ഹിരുഡിൻ ഇങ്ങനെയൊക്കെ ആന്റി കൊയാഗുലന്റ് ഏജന്റുകൾ നമ്മൾ മുതിർന്ന ക്ലാസ്സുകളിൽ വെച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ ഒരു ആന്റി കൊയാഗുലന്റ് ഏജന്റ് ഈ കൊതുകിൻ്റെ ഉമിനീരിലും ഉണ്ട്. അവിടെ തന്നെ ഇരുന്നു രക്തം വലിച്ചു കുടിക്കും. രക്തത്തിൻ്റെ ഭാരം മൂലം പറക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴും ചോര കുടി കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴും കൊതുകിനെ അടിച്ചു കൊല്ലാൻ എളുപ്പമാണ്. കൊതുക് കടിച്ച ഭാഗത്ത് ചെറിയ ചൊറിച്ചിലുണ്ടാകുന്നതും അവിടെ തടിച്ചു പൊങ്ങുന്നതും സാധാരണമാണ്. കൊതുകിൻ്റെ ഉമിനീരിലെ ഒരു രാസപദാർത്ഥമാണ് ഈ അലർജിക്ക് കാരണം. ചോര കുടിക്കുന്നതിനോടൊപ്പം പലപ്പോഴും മാരക വൈറസുകളെ കൂടി കൊതുക് നമുക്ക് കുത്തിവെക്കുന്നുണ്ട്. കൊതുക് മനുഷ്യൻ്റെ വലിയ ശത്രുവായി മാറുന്നതും ഇതുകൊണ്ട് തന്നെ. أحب الوفاء بشتى الصور أحب الوفي